എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആരായിരുന്നു ആര്യന്മാർ എന്നൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദ്രാവിഡരെ കുറിച്ചാണ്. ആരാണ് ദ്രാവിഡർ, അതുപോലെ തന്നെ ഈ പദം എങ്ങനെ ഉണ്ടായി വന്നു, നമുക്ക് ആ ചരിത്രത്തിലേക്ക് കടക്കാം. ആര്യന്മാർ ഒരു വർണ്ണ വിഭാഗമല്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. സമാനമായി ദ്രാവിഡരും ഒരു വർണ്ണ വിഭാഗമല്ല. ഈ ഫാക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ആദ്യം നമ്മൾ നോക്കുന്നത് ദ്രാവിഡർ എന്ന പദം എങ്ങനെ ഉണ്ടായി വന്നു എന്നതാണ്. ആദ്യകാല ഇന്ത്യൻ ടെക്സ്റ്റുകളിൽ, അത് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജൈന ബൗദ്ധ ടെക്സ്റ്റുകളായിക്കോട്ടെ, ഇവയിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രയോഗമാണ് മ്ലേച്ഛ എന്നത്. സംസ്കൃതത്തിലാണ് മ്ലേച്ഛ എന്ന് ഉപയോഗിച്ചിരുന്നത്. പാലി പ്രാകൃത ഭാഷയിൽ അല്പം മാറ്റം വരുത്തിയാണ് മ്ലേച്ഛ എന്ന് ഉപയോഗിച്ചിരുന്നത്. വേദിക് ആര്യൻസ്, തങ്ങളിൽ പെടാത്തവർ അല്ലെങ്കിൽ തങ്ങൾക്ക് ബാർബേറിയൻസ് എന്ന് തോന്നുന്നവർ, ഇത്തരം ജനവിഭാഗത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മ്ലേച്ഛ എന്ന പദം ഉപയോഗിക്കുന്നത്. മ്ലേച്ഛർ താമസിച്ചിരുന്ന പ്രദേശത്തെ മ്ലേച്ഛദേശം എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. മ്ലേച്ഛദേശത്തെ ഒരു ഗോത്രമാണ് ദ്രാവിഡ ഗോത്രം എന്നൊരു പരാമർശം പഴയ ടെക്സ്റ്റുകളിൽ കാണാൻ സാധിക്കും. മനുസ്മൃതിയിൽ 11 ഗ്രൂപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു ഗ്രൂപ്പാണ് ദ്രാവിഡ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മഹാഭാരതത്തിലും ദ്രാവിഡ വിഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യപുരാണത്തിൽ ദ്രാവിഡ വിഭാഗങ്ങളുടെ കിങ്ങായിട്ട് സത്യവ്രത എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളിൽ ദ്രാവിഡരെ മ്ലേച്ഛരായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുരാണങ്ങളിലെ കഥയിൽ പറയുന്നത് വിഷ്ണു കൽക്കി അവതാരത്തിലെത്തിക്കൊണ്ട് കലിയുഗത്തിന് കാരണമായ ട്രൈബ്സിനെ, അത് ദ്രാവിഡ വിഭാഗത്തിലെ കിങ്സിനെയൊക്കെ കൊല്ലുമെന്നാണ്, ഡിസ്ട്രോയ് ചെയ്യുമെന്നാണ്. പ്രാകൃത ഭാഷയിൽ ദ്രാവിഡ എന്നത് ദാമിള എന്നാണ് ഉപയോഗിച്ചിരുന്നത്. ദാമിള വാണിയ, ദാമിള ഗരിനി തുടങ്ങിയ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ദ്രാവിഡ പ്രദേശത്ത് നിന്നുള്ള കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് വുമൺ എന്നൊക്കെയാണ് ഈ പ്രയോഗങ്ങളുടെ അർത്ഥം. മറ്റൊരു ചരിത്ര വസ്തുത, AD 470 തമിഴ്നാട്ടിലെ മധുരൈ പറയുന്ന സ്ഥലത്ത് വജ്രനന്ദിനി എന്ന് പറയുന്ന ഒരു ജൈന സന്യാസി ദ്രാവിഡ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ സ്ഥാപിക്കുന്നുണ്ട്. ദ്രാവിഡ ഭാഷയെ സംബന്ധിച്ച ആദ്യ പരാമർശം കാണുന്നത് AD 7-ാം നൂറ്റാണ്ടിൽ, അതായത് 1500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട തന്ത്രവാർത്തിക എന്ന് പറയുന്ന കുമാരില ഭട്ടിൻ്റെ ഒരു കൃതിയിലാണ്. ഈ കൃതിയിൽ അദ്ദേഹം ഉപയോഗിച്ച് കാണുന്ന വാക്ക് ദ്രാവിഡാദി ഭാഷ്യം എന്നാണ്. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ദ്രവീഡിയൻ ഭാഷകളിൽ ഇത്തരമൊരു പ്രയോഗം സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള രീതിയിലോ മറ്റോ കാണപ്പെടുന്നത്. മലയാള ഭാഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 14-ാം നൂറ്റാണ്ടിലെ ലീലാതിലകത്തിൽ ഇത്തരമൊരു പ്രയോഗം കാണാൻ സാധിക്കും, ദ്രാവിഡ എന്നുള്ള നിലയിൽ. ദ്രവീഡിയൻ ഭാഷ എന്നുള്ളൊരു വാദം എങ്ങനെയാണ് ഉയർന്നു വന്നത്, അതുപോലെ തന്നെ ദ്രാവിഡ വാദം ഉയർന്നു വന്നത് എങ്ങനെയാണ്, അക്കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 1700-കളുടെ അവസാനത്തിലും 1800-കളിലുമായിട്ട് യൂറോപ്യൻസ് ഇന്ത്യൻ ഭാഷകളെക്കുറിച്ച് വ്യാപകമായിട്ട് പഠിക്കുന്നുണ്ട്. വില്യം ജോൺസ്, അതുപോലെ തന്നെ മാക്സ് മുള്ളർ തുടങ്ങിയവർ സംസ്കൃത ഭാഷയെക്കുറിച്ച് പഠിക്കുകയും സംസ്കൃതത്തിനും യൂറോപ്യൻ ഭാഷകളായ ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയ ഭാഷകൾക്കും തമ്മിൽ സാമ്യമുള്ളതായും കണ്ടെത്തി. ഇവർ ഫർദറായിട്ട് മുന്നോട്ട് വെച്ചൊരു വാദം, ഈ ഭാഷകളെല്ലാം ഇന്തോ യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു പൊതുഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണെന്നും പിന്നീട് വേർപിരിഞ്ഞതാണെന്നും പറഞ്ഞു. ഈ ഇന്തോ യൂറോപ്യൻ അല്ലെങ്കിൽ ഇന്തോ ആര്യൻ എന്ന പൊതുഭാഷാ കുടുംബം, ഈ ആശയമാണ് പിന്നീട് ആര്യൻ വംശം, പൊതു ആര്യൻ വംശം എന്നുള്ള വാദത്തിലേക്ക് എത്തിയത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ആരായിരുന്നു ആര്യന്മാർ എന്നുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ യൂറോപ്യൻ പണ്ഡിതരിൽ ഋഗ്വേദത്തെക്കുറിച്ച് ഏറെ പഠനം നടത്തിയ വ്യക്തിയായിരുന്നു ജർമ്മൻകാരനായ മാക്സ് മുള്ളർ. ഋഗ്വേദം വായിക്കുന്നതിനിടെ അദ്ദേഹം അതിൽ ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു പദപ്രയോഗം കാണുകയുണ്ടായി. അദ്ദേഹം ആ വാക്കിനെ വായിച്ചത് അനാസ് എന്നാണ്. അനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കില്ലാത്തവർ എന്നർത്ഥം. വേദിക് ആര്യന്മാരിൽ നിന്നും ഫിസിക്കലി ഏറെ വ്യത്യസ്തമായ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഈ പ്രയോഗം എന്നായിരുന്നു മാക്സ് മുള്ളറുടെ വാദം. മാക്സ് മുള്ളറുടെ ഈ നിരീക്ഷണങ്ങൾക്ക് ഓറിയൻ്റലിസ്റ്റുകൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. ജോൺ മുയർ എന്ന് പറയുന്ന ഒരു ഓറിയൻ്റലിസ്റ്റിൻ്റെ ഒറിജിനൽ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ്, അതുപോലെ തന്നെ ജോൺ വിൽസൻ്റെ ഇന്ത്യൻ കാസ്റ്റ്, ഈ 2 പുസ്തകങ്ങളൊക്കെ ഇത്തരമൊരാശയം വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. മാക്സ് മുള്ളർ നടത്തിയ അനാസ്, അതായത് മൂക്കില്ലാത്തവർ എന്ന ട്രാൻസ്ലേഷൻ തെറ്റാണെന്ന് പിന്നീട് പല ഭാഷാ പണ്ഡിതരും കണ്ടെത്തിയിട്ടുണ്ട്.
വേദിക് ടെക്സ്റ്റിൽ ഈ പ്രയോഗം അനാസ് എന്നല്ലെന്നും അൻ ആസ്, അതായത് വിത്തൗട്ട് എ മൗത്ത് എന്ന അർത്ഥത്തിലാണ് എന്നാണ് ഈ പണ്ഡിതർ കണ്ടെത്തിയിരിക്കുന്നത്. വിത്തൗട്ട് എ മൗത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം അത് റേഷ്യലൊന്നുമല്ല, പകരം വ്യക്തമായി അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കാത്ത ജനങ്ങൾ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ യൂറോപ്യന്മാർക്കിടയിൽ വംശീയ വ്യാഖ്യാനങ്ങൾക്കായിരുന്നു മുൻതൂക്കം. അതുമാത്രമല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു പുതിയ റേഷ്യലായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുകയുണ്ടായി. ആ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിധ ആളുകളുടെ, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളുടെ മൂക്കിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നൊരു കണക്കെടുപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അതായിരുന്നു അവർ നടപ്പിലാക്കിയത്. ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ചില ഇംഗ്ലീഷുകാർ ഒരു ദ്രാവിഡ ഭാഷാ കുടുംബത്തെ സംബന്ധിച്ച വാദം മുന്നോട്ട് വയ്ക്കുന്നത്. എലിസ്, അതുപോലെ തന്നെ റോബർട്ട് കാൾഡ്വെൽ, എച്ച് റിസ്ലി ഇവരായിരുന്നു ഈ ദ്രാവീഡിയൻ ലാംഗ്വേജ് ഫാമിലിയെ സംബന്ധിച്ച വാദം മുന്നോട്ട് വെച്ചത്. 1856 റോബർട്ട് കാൾഡ്വെൽ എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രാവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ദ്രാവീഡിയൻ എന്ന വാക്ക് ചിരപ്രതിഷ്ഠ നേടുന്നത് ഇതോടുകൂടിയാണെന്ന് പറയാം. അധികം വൈകാതെ ആര്യൻ ഭാഷയിൽ നിന്ന് ദ്രാവിഡ ഭാഷകൾ എത്രത്തോളം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വാദങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. മാത്രമല്ല, ആര്യൻ ജനത എന്നതുപോലെ ദ്രവീഡിയൻ ജനത എന്നൊരു ആശയവും മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഹിന്ദുയിസത്തെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മിഷണറീസ് ദ്രാവിഡവാദത്തെ ഉപയോഗിച്ചിരുന്നു. അവർ മുന്നോട്ട് വെച്ച വാദം, ഇന്ത്യയിൽ യഥാർത്ഥ തദ്ദേശവാസികൾ എന്ന് പറയുന്നത് ദ്രാവിഡരായിരുന്നു. അവരെ ചൂഷണം ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ അടിച്ചമർത്തുകയായിരുന്നു ആര്യന്മാർ അല്ലെങ്കിൽ ബ്രാഹ്മണർ. ഇതാണ് ഒരു മിഷണറി പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ദ്രാവിഡവാദം വികസിച്ച് വന്നത് ഒരു ആര്യൻ വിരുദ്ധതയിൽ നിന്നായിരുന്നു. കേശബ് ചന്ദ്രസെൻ, അതുപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതി, ഇവർക്കൊക്കെ ആര്യൻ എന്ന് പറയുന്നത് അപ്പീലിംഗ് ആയിട്ട് തോന്നി. അതേസമയം ജ്യോതിറാവ് ഫൂലെ പോലുള്ള ലോവർ കാസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾക്ക് ആൻറ്റി ആര്യൻ ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. ജ്യോതിറാവ് ഫൂലെ മുന്നോട്ട് വെച്ചൊരു വാദം, ഇന്ത്യയിലെ യഥാർത്ഥ തദ്ദേശീയർ എന്ന് പറയുന്നത് ഋഗ്വേദത്തിലൊക്കെ സൂചിപ്പിക്കുന്ന ദാസ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ദാസ വിഭാഗത്തെ ആര്യന്മാർ ആക്രമിക്കുകയും അങ്ങനെ അവർ അടിച്ചമർത്തപ്പെട്ട് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായി അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരായി മാറുകയും ചെയ്തു. ഇതാണ് ഫൂലെയൊക്കെ മുന്നോട്ട് വെച്ചത്. ജ്യോതിറാവ് ഫൂലെ മുന്നോട്ട് വെച്ച ആര്യദാസ സംഘർഷം, ആ ഒരു ആശയം ദക്ഷിണേന്ത്യയിലേക്ക് എത്തിയപ്പോൾ, പ്രത്യേകിച്ച് മദ്രാസ് കേന്ദ്രീകരിച്ച് വികസിച്ച് വന്നത് ആര്യ ദ്രാവിഡ സംഘർഷം എന്നാണ്. ദ്രവീഡിയൻ വാദം മുന്നോട്ട് വെച്ചവർ പ്രധാനമായിട്ടും പറഞ്ഞു വന്നത്, ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് മദ്രാസിലേക്കുള്ള ബ്രാഹ്മണ ആധിപത്യം അതെന്ന് പറയുന്നത് ആര്യൻ അധിനിവേശമാണ്. അതിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ആൻറ്റി ബ്രാഹ്മിൻ മൂവ്മെൻറ്റ്സ് ആരംഭിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രസ്ഥാനങ്ങളും പിന്നീട് ഉണ്ടാകുന്നുണ്ട്. ഈ ദ്രാവിഡവാദത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു സംഘടനയും രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതായിരുന്നു ജസ്റ്റിസ് പാർട്ടി. 1915 ത്യാഗരാജ ചെട്ടി, ടി.എം. നായർ, അതുപോലെ തന്നെ നടേശ മുതലിയാർ ഇവരെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ദ്രാവിഡവാദത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു E.V. രാമസ്വാമി നായ്ക്കർ. അദ്ദേഹം ദ്രാവിഡ ഘടക എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. ഇതിൻ്റെ തുടർച്ചയിലാണ് ദ്രാവിഡ പാർട്ടികൾ തമിഴ്നാട്ടിൽ രൂപം കൊള്ളുന്നത്. 1949 C.N. അണ്ണാദുരൈ ദ്രാവിഡ മുന്നേറ്റ ഘടകം സ്ഥാപിച്ചു. ദ്രാവിഡ നാടെന്ന ആശയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രാവിഡർ ഇന്ന് കാണുന്ന രീതിയിൽ ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നവരായിരുന്നില്ല. പകരം ഹാരപ്പൻ ജനത എന്ന് പറയുന്നത് ദ്രവീഡിയരായിരുന്നു. ആര്യൻ അധിനിവേശത്തെ തുടർന്ന് ഈ ജനത ഹാരപ്പൻ പ്രദേശങ്ങളിൽ നിന്നും, അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും ആട്ടി ഓടിക്കപ്പെടുകയും അവരെല്ലാവരും ദക്ഷിണേന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് ഒരു വാദം. ഇതിനിടെ ദ്രവീഡിയരുടെ ഒരു മിത്തിക്കൽ കോണ്ടിനെൻറ്റിനെ കുറിച്ചിട്ടുള്ള, ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം ഉയർന്നു വരികയുണ്ടായി. ആ കോണ്ടിനെൻ്റാണ് ലെമൂറിയ എന്ന് പറയുന്നത്. ഫിലിപ്പ് സ്ക്ലേറ്റർ എന്ന് പറയുന്ന വിദേശിയാണ് ഈ ഒരു ലെമൂറിയെ കുറിച്ചിട്ടുള്ള ചില സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചത്. പിന്നീട് അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പഴയ തമിഴ് ടെക്സ്റ്റുകളിൽ പറയുന്ന കുമാരി കാണ്ഡം എന്ന് പറയുന്ന പ്രദേശമായിരുന്നു ലെമൂറിയ എന്ന് പല ദ്രാവീഡിയൻവാദികളും 20-ാം നൂറ്റാണ്ടിൽ പറയുകയുണ്ടായി. ഈ വാദങ്ങളെല്ലാം ഏറെക്കുറെ ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെട്ട വാദങ്ങളാണ്. ആര്യൻ വാദത്തിൻ്റെ മറുപുറമായിട്ടാണ് ദ്രവീഡിയൻ വാദം വന്നത്. അതുകൊണ്ട് തന്നെ ആര്യൻ വാദത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദ്രവീഡിയൻ വാദത്തിലും കാണാൻ സാധിക്കും. ആര്യൻ ദ്രവീഡിയൻ ടേമുകൾ ഭാഷാപരമായോ ഭൂമിശാസ്ത്രപരമായോ ഉപയോഗിക്കുന്നതിൽ ചരിത്രപരമായി തെറ്റില്ല. എന്നാൽ അതിനെ റേസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റുന്നതോട് കൂടിയിട്ട് അത് ചരിത്രപരമായി ശരിയല്ലാതെ വരികയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.